ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇത് ഞാൻ തിരിച്ച് മുംബൈയിൽ നിന്ന് കാലിക്കറ്റേക്ക് മോളെയും കൊണ്ട് തിരിച്ച് പോകുന്നൊരു വീഡിയോ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഊബർ ഇട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇപ്പോൾ 2-3 ഷോർട്സ് എന്തുകൊണ്ടൊരു ലോങ് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. ആരെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമല്ലോ. അങ്ങനെ അപ്പം പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്നൊരു 45 മിനിറ്റ്സോളം ഉണ്ട് എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് എത്തി ജസ്റ്റ് ഉള്ളിലേക്ക് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി, ഗേറ്റിലേക്ക് പോവുകയാണ്. അപ്പം മുമ്പ് എയർപോർട്ടിൽ വന്നവർക്ക് അറിയാൻ പറ്റും, കുറേ നടക്കാനുണ്ട്. സ്ട്രോളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്ന കുറച്ച് ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബേബി കെയർ ലോഞ്ചിൽ കയറി മോളെ അവിടെ കിടത്തി, ഡയപ്പർ ചേഞ്ചിങ് ആ ഒരു റൂമുണ്ട്, അവിടെ കിടത്തി. ഇത് ഹിമാലയ സ്പോൺസർ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഫുൾ ഹിമാലയയുടെ ഒരു ആഡ്. അങ്ങനെ ഞാൻ മോളെ അവിടെ കിടത്തി. ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ വീഡിയോ എടുത്തതാണ് കേട്ടോ, വേറൊന്നുമല്ല. ഇനി ഞാൻ ഇവിടെ നിന്നാണ് മോൾക്ക് ഫീഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഫോർമുല ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പം ഇതാണ് ഞാൻ ഫോർമുല പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ആദ്യം ബോഡി ബാസൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്ലാസ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ചൂടുവെള്ളമാണ്, അതെടുത്ത് പുറത്ത് വെക്കുകയാണ്. പിന്നെ ഞാനെല്ലാം ഈ ഒരു ബാഗിൽ തന്നെ ക്യാരി ചെയ്യുന്നത്. ബോട്ടിൽ ഫിലിപ്സ് 7ൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് മോൾക്ക് ഫോർമുല കലക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സിമിലാക്കിൻ്റെ സ്റ്റേജ് 2 ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, കാരണം മോൾ 6 മാസം കംപ്ലീറ്റ് ആയി. അപ്പം സിമിലാക്ക് കൂടെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇത് ചെയ്യുവാണ് കേട്ടോ, ഫോർമുല കലക്കാണ്. ഇത് എനിക്ക് 2:15 ബോർഡിങ്. അപ്പോൾ ഞാനൊരു 1:30-1:45 ആയപ്പോഴത്തേക്കാണ് ഫോർമുല കലക്കി വെക്കുന്നത്. എന്നിട്ട് ഞാനൊരു 3 മണി 3:30 വരെ മാക്സിമം അത് യൂസ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം ഞാനത് കമത്തിക്കളയും. ഫോർമുല യൂസ് കൊടുക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന അമ്മമാർക്ക് അറിയായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. ലൈക്ക് ഒരു 2 മണിക്കൂറിൽ കൂടുതൽ അങ്ങനെ വെക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഞാനൊരു 120 ml എടുക്കുന്നത്, 4 സ്കൂപ്പ് ഇട്ടിട്ട്. വേറൊന്നും കൊണ്ടല്ല, 180 ml കൊടുക്കണമെന്നാണ്, പക്ഷേ ഞാൻ 120 കൊടുക്കാറുള്ളൂ. കാരണം മോൾ ഫുൾ ബ്രസ്റ്റ് ഫീഡിലാണ് ഉള്ളത്. പിന്നെ അടുത്തേറി ആരെങ്കിലും ജെൻസ് വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഫീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഓർത്താണ് ഞാൻ ഫോർമുല എടുക്കുന്നത്. എന്തായാലും എടുത്തത് നന്നായി. എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ അടുത്തും ലേഡീസൊക്കെ ഇരിക്കുന്നത് കൊടുക്കും. ഈ പ്രാവശ്യം 2 പേരും അടുത്ത് ജെൻസായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഈ 120 ml മുഴുവൻ മോൾക്ക് കൊടുത്തു. ഫീഡ് ചെയ്തില്ല ഞാൻ. എനിക്കങ്ങനെ അടുത്ത് ജെൻസുള്ളപ്പോൾ ഫീഡ് ചെയ്യാൻ ഒറ്റയ്ക്കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെയാണ്. അങ്ങനെ ഞാൻ ഫോർമുല ജസ്റ്റ് നമ്മുടെ ലുക്കോം വാട്ടർ ഒഴിച്ചിട്ട് നല്ലതുപോലെ കലക്കി എടുക്കുകയാണ്. ഫോർമുല പ്രിപ്പയർ ചെയ്തതിന് ശേഷം തിരിച്ച സാധനങ്ങളൊക്കെ അതേപടി എടുത്ത് വെക്കുകയാണ് കേട്ടോ, ബാഗിനകത്ത് തന്നെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഫീഡ് ചെയ്തിട്ട് ഗേറ്റ് ഓപ്പൺ ആവുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ ഞാൻ അങ്ങോട്ടേക്ക് പോവുള്ളൂ. കാരണം അതിൻ്റെ അടുത്ത് ഫീഡിങ് റൂമൊന്നും ഇല്ല. കാരണം ഈ ഫീഡിങ് റൂമിൽ നിന്ന് ഒരു 5-10 മിനിറ്റ് നടന്നാലേ ഗേറ്റിൻ്റെ അവിടെ വരെ എത്തുള്ളൂ. അതിനുശേഷം ഞാൻ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തു. മോളുടെ ഡയപ്പർ ഇനി മാറ്റണം. ഡയപ്പറും മാറ്റി ഫോർമുലയും കലക്കിയിട്ട് അവൾക്ക് ഫീഡും ചെയ്തിട്ടാണ് ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി ഇരിക്കാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ ഫീഡിങ് റൂം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫീഡ് ചെയ്യേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ലോങ് വീഡിയോസ് എടുത്ത് പരിചയമൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഒറ്റയ്ക്ക് എടുക്കുന്നത് തന്നെ. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നെപ്പോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് അമ്മമാരുണ്ടായിരിക്കും, ഇനി യാത്ര ചെയ്യാൻ പോകുന്ന അമ്മമാരുണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ, 1-2 പേർക്കെങ്കിലും യൂസ്ഫുള്ളായി അത്രയും സന്തോഷമെന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ് മോളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഫ്ലൈറ്റിനകത്ത് നിന്ന് കരയോ എന്നുള്ളൊരു പേടി. പിന്നെ അടുത്ത ആരാണ് വന്നിരിക്കുന്നത്, അടുത്ത ആൾക്കാർ വന്നിരിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ലേഡീസൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ സന്തോഷമില്ലായ്മ വേറൊന്നും കൊണ്ടല്ല, അവരോട് ഇഷ്ടക്കേട് കൊണ്ടൊന്നുമല്ല, ഈ ഫീഡിങ് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട്. ഒറ്റയ്ക്കൂടി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് എന്തോ ഒരു ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫോർമുല എടുക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേയൊക്കെ ഞാൻ ഈ 120 ml എടുത്തിട്ട് ഞാൻ ഒഴിച്ചു കളയലാണ് പതിവ്, കൊടുക്കാറില്ല. പക്ഷേ ഈ വട്ടം ഞാനത് കൊടുത്തു, കാരണം ഞാൻ പറഞ്ഞല്ലോ അടുത്ത് ജെൻസ് ആയിരിക്കുന്നത്. പിന്നെ ഞാൻ സിബ് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് ബോർഡിംഗ് പാസ് വെക്കുകയാണ്, അതാകുമ്പോഴത്തേക്ക് ബാഗിൽ നിന്ന് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഈ സ്ട്രോളർ ഉണ്ടായിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടതിന് ഇന്ന് ഇപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വരുമായിരിക്കും. പക്ഷേ എൻ്റെ മോൾ സ്ട്രോളറിൽ കിടക്കാറില്ല. എൻ്റെ കയ്യിലുണ്ട് സ്ട്രോളർ. അതേപോലെ തന്നെ ക്യാരി ബാഗും എൻ്റെ കയ്യിലുണ്ട്, കങ്കാരു ബാഗ്, അതിലും എൻ്റെ മോൾ കിടക്കാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്ട്രോളർ എടുക്കാത്തത്. ഇനി അതിനകത്ത് കിടത്തി നല്ലപോലെ ശീലിപ്പിക്കാനായിട്ടായിരിക്കാം മേ ബി. ഞാൻ കുറച്ച് ഫോർമുല, ഞാൻ ഓൾറെഡി ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ജെൻസ് വല്ലവരുമാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ബേബിക്ക് അങ്ങനെ ഫീഡ് ചെയ്യാറില്ല. പകരം ഞാനൊരു 120 ml ഫോർമുല എൻ്റെ ബേബിക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഫിലിപ്സ് 7ൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 120 ml ഞാൻ നേരത്തെ കലക്കി വെക്കും. എനിക്ക് 2:15 ബോഡി ഉണ്ടത്. അപ്പോൾ 1:30 ആയപ്പോഴും ഞാൻ കലക്കി വെക്കും. ഒരു 3 മണി വരെ ഞാൻ എടുക്കുകയുള്ളൂ. 3 മണിക്ക് ശേഷം ഞാനത് എടുക്കാറില്ല, അത് ഞാൻ കളയും. അപ്പം എന്താവും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് അപ്പം എന്താ നമുക്ക് നോക്കാം.
ഇപ്പോൾ ഞാനുള്ളത് ബോംബെ എയർപോർട്ടിലെ നമ്മുടെ ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ ബേബി ലോഞ്ചിലാണ്. ഇത് ഹിമാലയ സ്പോൺസർഡാണെന്ന് തോന്നുന്നു. ഞാൻ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും അറിയത്തില്ല. കുറേ ഹാൻഡ് വാഷും ഇതൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പം ഞാൻ ബേബിയുടെ ഡയപ്പർ മാറ്റും. ഇതിനകത്ത് എനിക്ക് ഡ്രൈ ഷീറ്റ് എൻ്റെ ലഗേജിലായിപ്പോയി. അത് ഞാൻ ഇടുകയും ചെയ്തു ലഗേജിൽ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് ക്ലോത്ത് വിരിച്ചിട്ടാണ് ഇവിടെ കിടത്തിയത്. സാധാരണ ഞാൻ ഡ്രൈ ഷീറ്റാണ് എടുക്കാറ്. അപ്പം ഇനി ഞാൻ കുഞ്ഞിന് ഡയപ്പർ മാറ്റും. ഡയപ്പർ മാറ്റിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫീഡ് ചെയ്യും. എന്നിട്ട് ഞാൻ ഗേറ്റിൽ പോയിരിക്കുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് കയറി പോകാമല്ലോ. അങ്ങനെ അപ്പോഴത്തേക്ക് ഈ ഫോർമുല ഒന്ന് മറ്റേ ചൂടാറുന്നു ഇതിൻ്റെ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. അപ്പം ഇനി ഗേറ്റ് ചെന്നിട്ട് കാണാം. ഞാൻ ഡയപ്പർ മാറ്റി കുഞ്ഞിൻ്റെ നമ്മുടെ കഴിക്കാണ്. ഡയപ്പർ ആ സമയം കൊണ്ട് മാറ്റി. ഡയപ്പർ മാറ്റിയിട്ട് ഞാൻ ഡസ്റ്റ്ബിൻ ഇട്ടു. അപ്പോൾ ഡയപ്പർ മാറ്റി ഫോർമുല പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു ബേബി ഫീഡിങ് റൂം ഉള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്തൊക്കെ എടുക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ബാഗ് ക്ലോസ് ചെയ്യും. മോളെ അവിടെ നിന്ന് എടുക്കും. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഫീഡ് ചെയ്തിട്ട് ഞാൻ പോകും. അപ്പം ഞാൻ ഫീഡൊക്കെ ചെയ്തു. ഇനി ഗേറ്റിലോട്ട് പോയാൽ മതി. 2:15 ബോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 10-15-20 മിനിറ്റ് മുന്നേ പോകാം. ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞാലോ ഒന്ന് കരയ്ക്കായാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ഗേറ്റിൻ്റെ അവിടെ എത്തി. മോളെയും കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറുകയാണ്. ഭയങ്കര ടെൻഷനാണ് കേട്ടോ എനിക്ക്. എന്താണെന്നറിയത്തില്ല, വെറുതെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ എന്താ ബോട്ടിൽ ഈ സീറ്റിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വെക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ബേബി പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ഫസ്റ്റ് തന്നെ ബോർഡ് ചെയ്തു. ഞാനും കുഞ്ഞിൻ്റെ സൈഡ് സീറ്റാണ്. ആരും വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ കയറുകയാണ്. ഇപ്പോൾ കാലിക്കറ്റ് എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തി. ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നും പറയണ്ട, ഭയങ്കര കരച്ചിലായിരുന്നു മോളി വട്ടം പോയപ്പോൾ. ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ. ചില സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഇങ്ങനെ ചെറിയ സ്ട്രെസ് ഉണ്ടാവും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒരുപോലെയൊന്നും ആയിരിക്കില്ല. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ വോയിസ് ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.